ഹായ് ഓൾ, ഐ എം സബിത ഫ്രം ചേമ്പേഴ്സ്. കഴിഞ്ഞൊരു 20 വർഷത്തെ എൻ്റെ കരിയർ ലൈഫിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ്, ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ ത്രൂ ഫെർദർ സ്റ്റഡീസിന് പോയിട്ട് അവരുടെ നല്ല ഫീഡ്ബാക്ക് കേൾക്കുക, അവർ നല്ലൊരു നിലയിലെത്തി എന്ന് പറയാം, അവരുടെ കരിയേഴ്സ് അവർ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യുമ്പോൾ അവരെന്നെ അപ്ഡേറ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് അവരുടെ ഗ്രാജുവേഷൻ സെറിമണി തുടങ്ങിയിട്ട് ജോബ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയുക, കല്യാണം ആകുമ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന കുറേ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലൂടെ കടന്നുപോയി. അതില് കുറച്ചുകൂടി നമ്മൾ വളരെ യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റുഡന്റ് കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് സോ ഹാപ്പി. ഹീസ് ഇൻ ജർമ്മനിയിലാണ് ആളിപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ടെസ്ലയിൽ വർക്ക് ചെയ്തു, പിന്നെ ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഹീസ് വർക്കിംഗ് ഫോർ എ ലോജിസ്റ്റിക്സ് ഫേം. അപ്പം റെഡി ടു കുക്ക് ഫുഡിന്റെ എന്തോ ഒരു കമ്പനി, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കമ്പനിയിലാണ് ആള് ചെയ്യുന്നത്. അപ്പം ഹി ഓൾസോ സെറ്റ് ദ നെയിം ഓഫ് ദ കമ്പനി. ഐ ഫോർഗോട്ട്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് ഹി ഈസ് സോ ഹാപ്പി ബിക്കോസ് ഹി ഈസ് ഹാവിംഗ് റിയലി ഗുഡ് സാലറി. ഹി ഹാസ് ഓൾ ദ പെർക്സ്, ലൈക്ക് ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. റൂബൻ കോൾഡ് മീ അപ്പ് ടു വിഷ് മൈ ബർത്ത്ഡേ ആക്ച്വലി. So he was telling the way that they are living over there and the kind of the country for rules that he follows, and he is very happy in his life. ആള് മലയാളി അല്ല, ബൈ ദ വേ. ആള് ചെന്നൈയിലുള്ള സ്റ്റുഡന്റ് ആണ്. ബീങ് എ പേഴ്സൺ ഹു ഹെൽപ് ദം ആക്ച്വലി ടുവേർഡ്സ് ദെയർ ഫർദർ സ്റ്റഡീസ് ഓർ ഫർദർ കരിയർ. ഐ എം സോ ഹാപ്പി. ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഹാവ് എ ഗുഡ് പൂൾ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ദാറ്റ് ആക്ച്വലി. സോ ദാറ്റ് ഇസ് സംതിങ് ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. നമുക്ക് ലൈഫിൽ നമ്മൾ വി മെൻ ഫോർ സംതിങ് എന്ന് തോന്നുന്ന കുറച്ച് നിമിഷങ്ങളല്ലേ. നമ്മളുടെ കുറെ കുട്ടികളുടെ ലൈഫ് നമ്മൾ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവര് പഠിച്ച് നല്ല രീതിയിൽ എത്താനുള്ള എന്തൊക്കെയോ ഒരു റീസൺസ് നമ്മളായെന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്, അത് ആക്ച്വലി ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഒരു ടീച്ചിങ് സൈഡിന്റെ വേറൊരു വേർഷനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടീച്ചേഴ്സിനെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടീച്ചേഴ്സിനെ കാണാൻ പോകുന്നു, അവരോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെയുള്ള ഒരു ഡിഫറെന്റ് ഫീലാണ് ബീങ് എ കൗൺസിലർ എന്നുള്ള ആ ഒരു ഫീല്, ഒരു മെന്റർ എന്നുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്. അതെനിക്ക് എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അത്രയും ഹാപ്പിനെസ് എനിക്ക് തന്നിട്ടുള്ള ഒരു ഫീലാണ്. സോ ഐ ജസ്റ്റ് തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. ബിക്കോസ് ഇപ്പൊ ഈ ഇൻഡസ്ട്രി ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ജെന്യുവൻലി കൗൺസിൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. സോ നമ്മൾ ജെന്യുവൻലി കൗൺസിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലില്ലേ, നമ്മുടെ കുട്ടികൾ നമ്മളോട് ഫൈൻ മാം കാരണമാണ് എനിക്കിതൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇന്നായതിന് ഒരു കാരണം. ഒബ്വിയസ്ലി അവരുടെ പാരന്റ്സും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഒരു പാട്ട് തന്നെയാണ്, പക്ഷെ അതിലൊരു കാരണം ഞാനാവുക എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഹാപ്പിനെസ്. സോ രൂപന്റെ കേസ് വന്നപ്പോൾ എനിക്കത് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, താങ്ക് യു.